ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ആദ്യ ടൈമിലെ പരീക്ഷകൾക്ക് ശേഷം ഇന്ന് സ്കൂൾ അടയ്ക്കുകയാണ്. അതിനാൽ കുറേ ടീച്ചർമാർ ചേർന്ന് ഒരു യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നു. പീനാർ എന്ന സ്ഥലത്തെ എക്സാസേനി പാർക്കിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ടീച്ചറിൻ്റെ പിറന്നാളാണിന്ന്. times two. 21 times 2. Happy birthday to you. Happy birthday to you. Happy birthday to you. പിറന്നാൾ ആശംസകൾ മറ്റേവുല. ആ പിറന്നാൾ ഗാനത്തിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി. ആഫ്രിക്കയിൽ വിനോദയാത്ര എന്നാൽ പുറപ്പെടുന്ന സമയം മുതൽ വളരെ ഉച്ചത്തിൽ പാട്ടുവെച്ച് ഡാൻസ് ചെയ്ത് എത്തിച്ചേരുന്ന സ്ഥലം വരെ നിർത്താതെ ഡാൻസ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്. പോകുന്ന വഴിയിൽ 1-2 പേര് കൂടി ഇതിൽ ചേരാനുണ്ട്. അതിലൊരാളെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണ് ഈ കാണുന്നത്. പെട്രോൾ പമ്പിൽ നിന്നിരുന്ന ഒരു ടീച്ചറെയും കൂട്ടി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മനോഹരമായ കൃഷിയിടങ്ങൾക്കിടയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. പ്രധാനമായും കരിമ്പാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കാൽഡ്രഗ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ ഒരു കാണുന്ന ഫാമിൻ്റെ ഒരു ഓഫീസാണ് ആ കാണുന്നത്. അങ്ങകലെ മലകളുടെ താഴ്വാരം വരെ പരന്നു കിടക്കുന്ന കരിമ്പും പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 25 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന RCL എന്ന പഞ്ചസാര ഫാക്ടറിയിലേക്കാണ് ഇവിടെയുള്ള കരിമ്പുകളെല്ലാം കൊണ്ടുപോകുന്നത്. കരിമ്പൻ തോട്ടങ്ങളൊക്കെ പിന്നിട്ട് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളും മാവുകളും ലിച്ചികളും ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഫാമുകളാണ്. അങ്ങനെ ഏകദേശം ഒരു 35 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഞങ്ങൾ അടുത്തുള്ള ടൗണായ മലലാനിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ള സാധനങ്ങൾ മേടിക്കേണ്ടത്. അതിനുവേണ്ടി ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിംഗ് സെൻറ്റർ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഞാൻ മുമ്പ് പറഞ്ഞ RCL പഞ്ചസാര ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന ഈ ടൗണിന് സമീപമാണ്. ഞങ്ങളുടെ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൗണും ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആഹാര സാധനങ്ങളും മറ്റും ഇവിടുന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചത്. ക്രൂഗർ നാഷണൽ പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ടൗൺ എന്ന നിലയിൽ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നമുക്ക് ക്രൂഗർ നാഷണൽ പാർക്കിൻ്റെ മലലാൻ ഗേറ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഞങ്ങളങ്ങനെ സാധനങ്ങൾ മേടിക്കാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.
കഴിക്കാനുള്ള മാംസവും ചോളം കൊണ്ടുണ്ടാക്കിയ പാപ്പും ഒക്കെ മേടിച്ച് ഞങ്ങൾ N4 എന്ന ഹൈവേയിലൂടെ യാത്ര തുടർന്ന് ഒരു ടോൾ ഗേറ്റിന് സമീപമെത്തി. ഇവിടെ ഒരു വശത്തേക്ക് കാറുകൾക്കും ഇതുപോലുള്ള ടാക്സികൾക്കും ഒക്കെ കൊടുക്കേണ്ടത് 92 റാൻഡാണ്. ഇനിയും കുറേയേറെ ദൂരം ക്രൊക്കഡൈൽ നദിയുടെ സമീപത്തു കൂടി ഇരുവശങ്ങളും വലിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂപ്രദേശത്തു കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ആ ഒരു താഴ്വാരത്തു കൂടിയാണ് നദി ഒഴുകുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആ നദി കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട മഹീന്ദ്രയുടെ പിക്കപ്പ് വാനിനെയും കടന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. അയൽ രാജ്യമായ മൊസാംബിക്കിലെ മപ്പൂട്ടയെയും സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയായതിനാൽ സദാസമയവും ഇതുവഴി ചരക്ക് വണ്ടികൾ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ക്രൊക്കഡൈൽ നദി. ആ കാണുന്ന നദിയുടെ അക്കരെ കരയിൽ ആ മലയുടെ അടിവാരത്തിലൂടെ ഒരു റെയിൽ പാതയും കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കന്യമസാന എന്ന സ്ഥലത്തേക്കാണ് പ്രവേശിക്കുന്നത്. 2011 ഇവിടെ വെച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും ബാഗുമെല്ലാം മോഷ്ടിക്കപ്പെട്ടിരുന്നു. ഈ ടാക്സികൾ കിടക്കുന്ന സ്ഥലത്തിന് സമീപമുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വന്ന ശേഷം തിരികെ പോകുവാൻ ടാക്സി കാത്തു നിൽക്കവെയാണ് 4-5 പേർ കൂട്ടമായി എത്തി എൻ്റെ ബാഗും മറ്റും അപഹരിച്ചത്. ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റയുടെ ഒരു ട്രക്ക് മണൽ കയറ്റി പോകുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അവസാന ആളിനെ കയറ്റുവാനായി ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങളുടെ യാത്ര ഇനി കടന്നു പോകുന്നത് കന്യമസാനയുടെ ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ്. ലിഗാസി എന്ന പേരിലാണ് കന്യമസാനെ മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം പേര് മാറ്റപ്പെട്ടതാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് 26 കിലോമീറ്റർ മാത്രം അകലെയാണ് ഞങ്ങൾ താമസിക്കുന്ന പുമലാങ്ക പ്രൊവിൻസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള നെൽസ്പ്രിറ്റ് അല്ലെങ്കിൽ ഇന്നത്തെ ബൊംബേല എന്നറിയപ്പെടുന്ന നഗരമുള്ളത്. ആയിരത്തി 1978 കാലഘട്ടത്തിലാണ് ഈ ഒരു ടൗൺ രൂപീകരിച്ചത്. അന്ന് നെൽസ്പ്രിറ്റിന് സമീപമുള്ള മൈനുകളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ തൊഴിലാളികളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം രൂപപ്പെടുത്തിയെടുത്തത്.
ആ കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിൻ്റെ ഫലമായിട്ടാണ് സിറ്റിയിൽ നിന്ന് ഇത്ര ദൂരെ മാറി കറുത്തവർഗക്കാരെ താമസിപ്പിക്കുന്നതിനുള്ള സ്ഥലം കണ്ടെത്തിയത്. കൊച്ചുകുട്ടികളും അമ്മമാരും ഒക്കെ ചേർന്ന് നടത്തുന്ന വഴിയോര കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഇവിടെ നിന്നാണ് ഞങ്ങൾ തക്കാളിക്കയും മറ്റും മേടിച്ചത്. വഴിയോരങ്ങളിൽ അങ്ങിങ്ങായി ഇരുനില കെട്ടിടങ്ങൾ കാണാമെങ്കിലും പൊതുവെ ഒരു നില വീടുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വീടിന് മുൻവശത്തുള്ള ചെടികളും മറ്റും മനോഹരമായി വെട്ടിയൊരുക്കി വഴിയോരങ്ങളും മറ്റും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇന്നും ഈ ടൗണിൽ താമസിക്കുന്ന 99% ആളുകളും കറുത്ത വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ്. കോൺക്രീറ്റ് ഉപയോഗിച്ച് ബെഞ്ചുകളും ടേബിളുകളും മറ്റു രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു യാർഡാണ് ആ കാണുന്നത്. ഞങ്ങളങ്ങനെ കന്യാമസാനെ പിന്നിട്ട് പീനാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. ഈ സ്ഥലത്തിന് സമീപമാണ് ഞങ്ങൾക്ക് പോകേണ്ട ലുപ്പീസി എന്ന് പറയുന്ന എസ്ലാസേനി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പീനാർ എന്ന് പറയുന്നത് പൊതുവെ മോഷണങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണ്. ജനവാസ കേന്ദ്രങ്ങൾ ഏകദേശം ഇവിടെയോടുകൂടി തീരുകയാണ്. അതുകൊണ്ടാണ് ഈ ബസ്സുകളൊക്കെ ഇവിടെ നിന്ന് തിരികെ പോകുന്നത്. ഇപ്പോൾ ഇരുവശത്തും കാട് നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന റോഡ് പോലെയല്ല, കുണ്ടും കുഴിയും നിറഞ്ഞ ഒരു റോഡാണ് ഇപ്പോൾ ഞങ്ങൾ സഞ്ചരിക്കുന്നത്. അങ്ങകലെ വലതുവശത്തായിട്ട് ഞങ്ങൾ ലക്ഷ്യമാക്കിയിരുന്ന എസ്ലാസേനി പാർക്ക് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രവേശന കവാടം കടന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് മലയുടെ ചരിവിലായി നിർമ്മിച്ച 1-2 കെട്ടിടങ്ങളാണ്. അതിലൊന്ന് പോയിക്കാലുകളിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലാപ്പ പോലെയാണ്.
ഞങ്ങളവിടെ വണ്ടി ഇറങ്ങിയ ശേഷം അതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ടുവരുവാനായി അതുവഴി നടന്നു. ഒരു മലയുടെ മുകളിലേക്ക് തട്ടുകളായിട്ട് സ്വിമ്മിംഗ് പൂളുകളും മറ്റും പണിത് ഇങ്ങനെ സ്റ്റെപ്പുകളായിട്ട് പണിതിട്ടിരിക്കുന്ന ഒരു പാർക്കാണിത്. എക്സാസിനി പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. എക്സാസിനി എന്ന് പറഞ്ഞാൽ ഒരു കാട് എന്നാണ് അർത്ഥം. പടികളിലൂടെ കയറി വരാവുന്നതിൽ ഏറ്റവും മുകളിലത്തെ തട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊരു സ്കൂൾ ട്രിപ്പിന് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങൾ കുറച്ച് ടീച്ചേഴ്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പിന് വന്നിരിക്കുന്ന സ്ഥലമാണിത്. ഒരു മല മുഴുവനായിട്ടൊരു റിസോർട്ടാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. മറ്റു പല ടീച്ചർമാരും അവരുടെ വേഗത്തിൽ മുകളിലേക്ക് കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പനിക്കൂർക്കയ്ക്ക് സമാനമായ അതേ മണമുള്ള ഒരു ചെടിയാണത്. അതുപോലെ ഈ മലമുകളിൽ കാണുന്ന പല കാട്ടുചെടികളും നമ്മളിൽ കൗതുകം ഉണർത്തും. ആറോളം സ്വിമ്മിംഗ് പൂളുകളാണ് ഈ ഒരു പാർക്കിലുള്ളത്. ഇവിടേക്ക് വരുന്ന ഓരോ ഗ്രൂപ്പിനും പ്രൈവസി നഷ്ടപ്പെടാതെ തന്നെ പൂൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും നിർമ്മാണം. കയറി വന്നപ്പോൾ ഇടതുവശത്തായി പൊയ്ക്കാലുകളുടെ മുകളിൽ നിർമ്മിച്ചിരിക്കുന്നതായി കണ്ട ആ ഒരു കെട്ടിടം ഇതാണ്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തറയും ഒക്കെയുള്ള ഈ നിർമ്മിതി ലാപ്പ എന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ അറിയപ്പെടുന്നത്. അല്പനേരത്തെ വെടിപറച്ചലിന് ശേഷം കുറച്ചുപേർ സ്വിമ്മിംഗ് പൂളിലേക്കും മറ്റു ചിലർ പാചകത്തിലും ഏർപ്പെട്ടു. വാങ്ങിക്കൊണ്ടുവന്ന പച്ചമാംസം കനലിന് മുകളിൽ ചുട്ടെടുത്തു. അതിനുശേഷം ഏവരും ആഹാരം പങ്കുവച്ചു.
ആഹാരത്തിന് ശേഷം വീണ്ടും ആഫ്രിക്കയുടെ താളമായ നൃത്തച്ചുവടുകളിലേക്ക്. ഇന്ന് പിറന്നാൾ ആഘോഷിച്ച ആ ഒരു ടീച്ചറുടെ ഇപ്പോഴത്തെ അവസ്ഥയാണത്. സ്വിമ്മിംഗ് പൂളിലെ പരാക്രമങ്ങളും സോമരസത്തിൻ്റെ സേവയും ഒക്കെ കാരണം ടീച്ചർ മല കയറാൻ ബുദ്ധിമുട്ടെന്നാണ് കാണുന്നത്. ഇവിടെ ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ശേഷം തിരികെ പോകാനുള്ള തയ്യാറെടുപ്പുകളാണ്. പോകുന്നതിന് മുമ്പേ ഉള്ള ഡാൻസാണ് ഈ കാണുന്നത്.
അങ്ങനെ എക്സാസേനി പാർക്കിനോട് വിട പറഞ്ഞ് ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. ഞങ്ങളുടെ വണ്ടിയിൽ നിന്നുള്ള പാട്ടിൻ്റെ താളത്തിനൊത്ത് ഒരാൾ നൃത്തം ചവിട്ടുന്നതും കാണാനിടയായി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് അസ്തമിക്കുന്ന കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. വീടിന് മുമ്പിലായി ചോളവും മധുരക്കിഴങ്ങും കപ്പയും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്ന ഗ്രാമക്കാഴ്ചകളും അതിനിടയിൽ മിന്നിമാഞ്ഞു. ഞങ്ങളുടെ യാത്രയുടെ പല ഭാഗത്തും ആഡംബര ഭവനങ്ങളും കാണുവാനിടയായി. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഓരോരുത്തരായി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി വേർപിരിയുന്നതിന് മുമ്പേ ഉള്ള കൂട്ട നൃത്ത ചുവടുകളാണ് ഈ കാണുന്നത്.